കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ചേരുന്നു. വിജയകുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ബി മിനി നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ്, കാലം കാത്തുവച്ച ചില തെളിവുകൾ, തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത പലരും അതോടൊപ്പം വരുന്നു, കൂടുതൽ തെളിവ് നൽകുന്നു, കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായ ഒരു കേസാണ്. എനിക്ക് തോന്നുന്നു ഈ സൈബർ ഫോറൻസിക്, ഡിജിറ്റൽ ഫോറൻസിക് വിഭാഗത്തിലൊക്കെ ഏറ്റവും അധികം കാര്യങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട ഹാജരാക്കിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം അതൊരു വലിയ റിസർച്ച് വർക്ക് പോലെയാണ് കോടതി കൈകാര്യം ചെയ്തിരുന്നത്, അല്ലേ? ക്രിസ്ത്യൻ, അതാണ് ഇതിൽ ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള നേരിട്ടുള്ള തെളിവുകളുടെ അഭാവം കേസുകളെ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുന്നത്. സൈബർ തെളിവുകൾ, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ. അപ്പോൾ ഈ സാക്ഷിമൊഴികളെ ഡിപ്പെൻഡ് ചെയ്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഏതാണ്ട് 28 സാക്ഷികൾ വിചാരണ കോടതിയിൽ അവരുടെ മൊഴി മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. ആ നിലയിൽ ഇപ്പോൾ ഈ കേസിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ജൂറിസ്പ്രുഡൻസ് അതിൻ്റെ ഒരു സാഹചര്യങ്ങളിൽ ഇത്തരമൊരു കേസുണ്ടോ എന്നത് എനിക്ക് തോന്നുന്നു ആ നിലയിൽ ഉള്ള ഒന്നോ രണ്ടോ കേസുകളിൽ ഒന്നായി ഇത് മാറും. ഇത് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം തന്നെയല്ല, ഇതിൻ്റെ ട്രയലിൽ നേരിട്ട വെല്ലുവിളികളും അതേ നിലയിലുള്ള തന്നെ. സാധാരണ ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച ഒരു കേസ് ഈ നിലയിൽ മുന്നോട്ട് പോവുക, പ്രോസിക്യൂഷൻ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും വലിയ ആത്മവിശ്വാസമുണ്ട്. അഡ്വക്കേറ്റ് അജകുമാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, അദ്ദേഹം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് 100% ആത്മവിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ടി ബി മിനി ഈ കേസിൽ അവരവരുടെ വാദം ഉന്നയിക്കാൻ, പ്രോസിക്യൂഷനെ സഹായിക്കാൻ നടത്തിയ ശ്രമങ്ങൾ 100% ഫലം കണ്ടു, വിജയിച്ചു എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് ആ പ്രതിസന്ധിക്ക് കാരണക്കാരായവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാനൊക്കെ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നവർ, കോടതിക്കകത്തും പുറത്തും പ്രവർത്തിച്ചവരെ, ആക്ടിവിസ്റ്റ് കണക്കെ ഈ കേസിനെ പിന്തുടർന്ന. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോടതിക്ക് അകത്ത് വിചാരണയിൽ നടക്കുന്ന സംഗതികൾ പലതും, അതിന് പുറത്ത് ബാലചന്ദ്രകുമാറിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ, അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ല ഇപ്പോൾ, ബാലചന്ദ്രകുമാർ പോലെയൊക്കെ ഉള്ളവർ കോടതിക്ക് പുറത്ത് പൊതുജനങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഈ കേസിൽ ഉണ്ടായ ട്വിസ്റ്റും ടേണും എന്തൊക്കെയാണ് എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ ബാലചന്ദ്രകുമാറിനെ പോലെയുള്ളവരെ നമ്മൾ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ കോടതിക്കകത്ത് അദ്ദേഹം മൊഴി നൽകി, കോടതിക്ക് പുറത്ത് ഇത് സജീവ ചർച്ചയാക്കുകയും ചെയ്തു. ഇപ്പം ഇതിലെ അട്ടിമറിക്കാൻ ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും നടന്ന അട്ടിമറി ശ്രമങ്ങൾ, ഇന്ന് രാവിലെ ഉമാ തോമസ് MLA പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. PT തോമസിന് മൊഴി കൊടുക്കാൻ അദ്ദേഹത്തിന് മേൽ നടത്തിയ വലിയ സമ്മർദ്ദം, ഞാൻ കൂടുതലോ എന്നാൽ ഒട്ടും കുറവോ കോടതിയിൽ പറയില്ല എന്ന് അദ്ദേഹത്തിന് പുറത്ത് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ടയറുകൾ അത് അഴിച്ച് ഒരു അപകടമുണ്ടാക്കാൻ ആരോ ശ്രമം നടത്തി എന്ന് സംശയിക്കാവുന്ന സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ എത്രയോ വലിയ അട്ടിമറികളുടെ പരമ്പര, ഘോഷയാത്ര കണക്കെ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലും അതിനു മുമ്പുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ തന്നെ കൊട്ടേഷൻ ഉണ്ടായി എന്നുള്ള ആരോപണമുണ്ടായി. PT തോമസിന്റെ ഈ ആരോപണം വീണ്ടും ഉമാ തോമസ് ആവർത്തിക്കുക. PT തോമസ് നേരത്തെ പറഞ്ഞതാണ്, ഈ പറയുന്ന ദിലീപിനെ പൂട്ടണം എന്ന് പറഞ്ഞൊരു വ്യാജ വാട്സാപ്പ് ഉണ്ടാക്കുകയും അതിൽ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ പേരൊക്കെ ചേർത്ത് വ്യാജമായി സമർപ്പിച്ച ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വ്യാജ മെഡിക്കൽ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യാജങ്ങളും ഒരുപാട് അട്ടിമറികളും ഒക്കെ 7.5 വർഷം കണ്ടു. മാത്രമല്ല ഈ അതിൻ്റെയൊക്കെ പിൻബലത്തിലൊക്കെ 90 ഹർജികളാണ് പല കോടതികളിൽ ദിലീപ് മാത്രം കൊടുത്തത്. അങ്ങനെ പല ഹർജികൾ, പല ഉപഹർജികൾ. ഈ 8 വർഷം എന്ന് പറഞ്ഞാൽ രാജ്യചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ ഇത്രയും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല വിജയകുമാർ. അതാണ് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആ നിലയിൽ ഉള്ള കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുകയും ചെയ്യും. കാരണം അത്രത്തോളം ഇടവഴികളിലൂടെ സഞ്ചരിച്ച ഒരു കേസാണിത്. അതിൻ്റെ വിധി എന്ന് പറയുന്നത് അത് ഉറപ്പായും രാജ്യമാകെ ചർച്ച ചെയ്യാൻ പോകും. ഒരു ചലച്ചിത്ര താരം, ഒരു സെലിബ്രിറ്റി ഒരു കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് മാത്രമല്ല ഈ കേസ് ഈ നിലയിൽ ചർച്ചയാകുന്നത്. ആ അതിജീവിത ഒരു രാത്രിയിൽ 2.5 മണിക്കൂർ അനുഭവിച്ച സമാനതകളില്ലാത്ത ക്രൂരത, പൈശാചികമായി അവരെ വേട്ടയാടിയ ഒരു കൂട്ടർ, അവരോട് ഈ അതിജീവിത നടത്തിയ പോരാട്ടം തുടക്കത്തിൽ അധിക പിന്തുണ അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് പിന്തുണ ഏറി വന്നു. ഒരു ഘട്ടത്തിൽ പിന്തുണച്ച പലരും ആ പിന്തുണയിൽ മൗനം പാലിക്കുന്നത് നമ്മൾ കണ്ടു. ആ കുറ്റകരമായ മൗനം പലരും തുടരുന്നത് നമ്മൾ കണ്ടു. അവരെ പിന്തുണച്ച പലരും പിന്നീട് കോടതിയിൽ കളം മാറ്റി ചവിട്ടുകയും പ്രതിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് കണ്ടു.
വലിയ സ്വാധീനമുള്ള ഒരു പ്രതി. അത് ഈ കേസിൽ ഇപ്പം ദിലീപിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ അന്ന് കോടതിയിൽ പറഞ്ഞത് ഈ പ്രതിയുടെ സ്വാധീനം, ഈ പ്രതി ഗൂഢാലോചന നടത്തിയ പ്രതിയുടെ സ്വാധീനം അയാൾക്ക് മലയാള സിനിമയിൽ ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ അയാൾക്ക് ഏതൊക്കെ തരത്തിൽ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നടൻ മാത്രമല്ല, നിർമ്മാതാവ് മാത്രമല്ല, അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും ഒരു മുടിചൂടാ മണ്ണനായി വിരാജിക്കുന്ന സമയത്താണ് ദിലീപ് ഈ കേസിൽ പ്രതിയാവുകയും അറസ്റ്റിലാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ജാമ്യം നൽകിയാൽ ഈ കേസിലെ സാക്ഷികളെ, ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള സാക്ഷികളെ സ്വാധീനിക്കാൻ അയാൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് കോടതികളിൽ അക്കമിട്ട് പ്രോസിക്യൂഷന് പറയേണ്ടി വന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കുകയും അത്തരം കയറ്റിറക്കങ്ങളിലൂടെ കടന്ന് വിചാരണ പൂർത്തിയാക്കിയത് വിധി പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആൾക്ക് കിട്ടാവുന്ന അതേ ശിക്ഷ ഇതിലെ ഗൂഢാലോചനക്കാരനും കിട്ടാം. എന്ന് വെച്ചാൽ 7 പ്രതികൾക്കും വിചാരണ കോടതി കുറ്റം തെളിഞ്ഞാൽ 7 പ്രതികൾക്കും ഒരേ ശിക്ഷ കൊടുക്കാം. അതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. 3 പ്രതികൾ മാത്രമാണ് ഇതിലെ ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തത്. അവർ തെളിവ് നശിപ്പിച്ചു, അതിൽ ഈ പ്രതികളെ ഒളിവിൽ സഹായിച്ചു, ഈ പ്രതികളെ ജയിലിൽ സഹായിച്ചു. അങ്ങനെ ആ 3 കുറ്റങ്ങളുള്ള 3 പ്രതികളുണ്ട്. ബാക്കി 7 പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെ വേണമെങ്കിൽ വിചാരണ കോടതിക്ക് ഇത് തെളിഞ്ഞാൽ വിധിക്കാവുന്നതാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരോടൊപ്പം തന്നെ അതിലെ ഗൂഢാലോചനക്കാരനും അതേ ചാർജുകൾ തന്നെ, അതേ വകുപ്പ് പ്രകാരം അയാളും കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ വിചാരണ കോടതി മുൻപാകെ പറഞ്ഞ ഒരു സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. അത് തെളിഞ്ഞാൽ ഈ 1-ാം പ്രതി പൾസർ സുനിക്ക് കിട്ടുന്ന അതേ ശിക്ഷ 8-ാം പ്രതിക്കും കിട്ടാവുന്നതാണ്. അത് ഗൂഢാലോചന പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ആണ് ഈ കേസിലെ വലിയ ചോദ്യം. ഒരു $1 മില്യൺ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയാവുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഇതിലെ വിചാരണ പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടോ, ക്ഷമിക്കണം, അതിലെ ഗൂഢാലോചന വിചാരണ ഘട്ടത്തിൽ പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇത് വിചാരണ കോടതിയിൽ തേടുന്നത്. കോടതിക്ക് മുന്നിലുള്ള സാധ്യതകൾ, ഒന്ന്, ഇന്ന് തന്നെ കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ പ്രതികളുടെ ശിക്ഷ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്നോ അല്ലെന്നോ പറയാം. അതല്ല, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിൽ അവരുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കാം, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.